തൃശൂരിൽ വന്യമൃഗശല്യം രൂക്ഷമായ മാന്നാമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. കാട്ടാന ആക്രമണത്തിന് പിന്നാലെ അതിരപ്പള്ളിയിൽ സർക്കാർ ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. അതിരപ്പള്ളി മോഡൽ വേണമെന്ന് വനം മന്ത്രിയെ നേരിൽ കണ്ട് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കാട്ടാന ശല്യത്തിൽ വലയുകയാണ് തൃശ്ശൂരിലെ മാന്നാമംഗലം. മാന്നാമംഗലം മാത്രമല്ല, പാലപ്പിള്ളിയിലും പുത്തൂരിലും വന്യമൃഗങ്ങളുടെ ഭീഷണി കൂടുതലാണ്. ജില്ലയിൽ ചേലക്കര, മാന്നാമംഗലം, പുത്തൂർ, പാലപ്പിള്ളി എന്നിവിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. പാലപ്പിള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് പുലി ഇറങ്ങുന്നതും ഭീതി പടർത്തുന്നുണ്ട്. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ പ്രദേശവാസിയായ മോഹനൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രത്യേക ദൗത്യം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. മറ്റു സ്ഥലങ്ങളിലും മൃഗങ്ങളെ ചെറുക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ഇപ്പൊ തുടർച്ചയായിട്ട് 2 ആഴ്ചയായി ജനവാസ മേഖലയിൽ കവരമ്പള്ളി നടാമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കർഷകരിട്ട സോളാർ വേലിയുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേലിയുണ്ട്. അങ്ങനെ 2 ലെയർ വേലിയുണ്ട്. ഈ 2 വേലിയും തകർത്തിട്ടാണ് ആനകൾ വരുന്നത്. ഭയങ്കര സങ്കടകരമായ അവസ്ഥയിലാണ്. നേരത്തേക്ക് ഒരു ആനയൊക്കെ വന്ന് എന്ന് പറഞ്ഞ എപ്പോഴെങ്കിലൊക്കെ വന്നു പോയി എന്നുള്ള വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. വാഴ നശിപ്പിക്കുക, കർഷകരുടെ കൃഷി നശിപ്പിക്കുക, അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെയൊക്കെ 2 ആഴ്ച മുമ്പ് 6 ആനകളും 7 ആനകളും വന്ന് തമ്പടിക്കുന്ന രീതിയിലും അത് ജനവാസ മേഖലയിൽ കടന്നു വരുന്നു. അതുപോലെ തന്നെ അവിടെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. പാലപ്പിള്ളി, പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പല ഭാഗത്തും ഫെൻസിംഗ് തകർന്ന നിലയിലാണ്. വനം വകുപ്പിന്റെ പട്രോളിംഗ് ഇല്ലെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. വ്യാപകമായി ആന വന്ന് ഇറങ്ങി ഭയങ്കര ശല്യമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ആന ഒരു പയ്യനെ ഓടിച്ചു വീണ് വയലിലൊക്കെ ഒടിഞ്ഞ് ആൾ ഹോസ്പിറ്റലാണ്. ഭയങ്കര അപകടകരമായ രീതിയാണ് ഇപ്പോൾ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വനത്തിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാത്തതാണ് നാട്ടിലേക്ക് കാട്ടാനകൾ വരാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1. നടരാജ് പരശുറാം തത്സമയം ചേരുകയാണ്. നടരാജ്, അതിരപ്പള്ളിയിലടക്കം സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മാന്നാമംഗലത്തടക്കം അത്തരം ഒരു ഇടപെടൽ വേണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം. കാരണം വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് അവിടെ അതിരപ്പള്ളിയിലുള്ള കാര്യങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വനം വകുപ്പ് ഇതിലൊരു അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നുള്ള സൂചനകളുണ്ടോ നടരാജ്? കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികൾ വനമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അത് പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടാണ് പോയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ജില്ലയിൽ വലിയ രീതിയിൽ കാട്ടാന ശല്യവും അതുപോലെ തന്നെ പുലികൾ ഇറങ്ങുന്ന ഭീതിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഏറെയുണ്ട്. ചേലക്കരയിലൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയിലൊക്കെ ആന എത്തിയതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഭാഗത്ത് കൃഷിനാശമൊക്കെ തന്നെ സ്ഥിരമായിട്ടുള്ളതാണ്. പാലപ്പള്ളിയിൽ പുലികൾ ഇറങ്ങുന്നതും ഈ ആടുകളെ കടിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ നിത്യമെന്ന പോലെ നടക്കുകയാണ്. കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന പാലപ്പള്ളിയൊക്കെ തന്നെ. മാത്രമല്ല മാന്നാമംഗലമുണ്ട്, മറ്റ് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു പ്രതീക്ഷ വന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ. അതിരപ്പള്ളിയിൽ ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകാൻ ദാരുണമായ ഒരു സംഭവം വേണ്ടി വന്നു. മോഹനൻ്റെ മരണത്തോടു കൂടിയാണ് സർക്കാരിൻ്റെ ശ്രദ്ധ ഇവിടെ വന്നതും. ഇന്നു മുതൽ ഇവിടെ ദൗത്യം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വനംവകുപ്പിൻ്റെ പരിശോധനയും മറ്റ് നടപടികളുണ്ടാകുമ്പോൾ സമാനമായ രീതിയിലൊരു അതിരപ്പള്ളി മോഡൽ ഇടപെടൽ മറ്റ് സ്ഥലങ്ങളിലും വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യം നേരത്തെ മുതലുള്ളതാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ പുതിയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവരുടെ ആവശ്യത്തിന് ജീവൻ വെച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ കാണാനും, അതായത് കൂടുതൽ അധികാരരെ കാണാനും അപേക്ഷ സമർപ്പിക്കാനും ഒക്കെ ഈ ഭാഗങ്ങളിലുള്ള നാട്ടുകാർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് തുടക്കമെന്ന വണ്ണം കഴിഞ്ഞ ദിവസം അവർ മന്ത്രിയെ കണ്ട് കാര്യം ബോധിപ്പിച്ചു കഴിഞ്ഞു. ഇനി നാട്ടുകാർ വിവിധ പരിപാടികളിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്.